ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് വീഡിയോ എന്നുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറ്റത് ഞാൻ ഷെയർ ചെയ്യണ്ട നിങ്ങളടുത്ത് എന്ന് വിചാരിച്ചൊരു കാര്യം, പക്ഷെ എന്നാലും നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ തവണ വേടൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ കമൻറ്റ് ഞാൻ വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമൻറ്റ് ആർക്ക് വേണമെങ്കിലും ഇടാം, നെഗറ്റീവായിട്ട് ഇടാം, പോസിറ്റീവായിട്ട് ഇടാം, എന്ത് വേണമെങ്കിലും ഇടാം. അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മൾ പിന്നെ ഈ യൂട്യൂബും തുറന്നു വെച്ച് കമൻറ്റ് ബോക്സ് ഓണാക്കി ഇടുന്നത് കമൻറ്റ് വരാൻ വേണ്ടി തന്നെയാണല്ലോ. ഇത് പക്ഷേ കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നെഗറ്റീവ് വന്നാലും പ്രശ്നമില്ല, കുഴപ്പമില്ല. അതല്ല, ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടല്ല എനിക്ക് തോന്നിയത്, വേറെന്തോ വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാൻ ആ ഒരു കമന്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇതിലേക്ക് നാളെന്ന് പറയുന്നത് മോഹൻകുമാർ കലാധരൻ പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. എന്തായാലും ആളുടെ ഫോട്ടോയും അതുപോലെ തന്നെ കമന്റും ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിച്ചേക്കാം. നിനക്കൊക്കെ നിന്റെ കാര്യങ്ങൾ നോക്കൂ. ഹിന്ദുക്കൾക്കറിയാം അവരുടെ കാര്യം നോക്കാൻ, തമ്മിലടിപ്പിക്കാൻ ശവങ്ങൾ. നിന്റെ മതം ആദ്യം ശരിയാക്ക്. എവിടെയാ എന്തോ ഈ ഇടയായി ഈ മേത്തച്ചികൾ കൂടു പൊട്ടി ഇറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ആരെങ്കിലും ചൊവ്വേ നേരെ കൈകാര്യം ചെയ്തോളും. വീട്ടിൽ ആണത്തം ഉള്ളവർ ഇല്ലായിരിക്കും. ഇതാണ് കമൻറ്റ് വന്നിരിക്കുന്ന സേട്ടൻ്റെ ഫോട്ടോ ഇതാ കേട്ടോ. മോഹൻകുമാർ കലാധരൻ പിള്ള, ഇതാണ് പുള്ളിക്കാരൻ. ഞാൻ എന്തായാലും ഇത് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ജസ്റ്റ് എന്താണെന്നുള്ളവർ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കയറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മതത്തിനെ കുറിച്ചോ അതിൽ പറഞ്ഞ കാര്യം എന്താണ്? വേടൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ വേടനെ കുറിച്ചല്ലാതെ വേറൊന്നും പറഞ്ഞില്ല. സോങ്ങിൻ്റെ കാര്യം പറഞ്ഞു, വേടനെതിരെ വന്ന കുറച്ച് തർക്കങ്ങളുടെ കാര്യങ്ങളും കുറച്ച് നമുക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അത് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്, ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ എന്തോ നമ്മൾ ഒരു രീതിയിലും കാസ്റ്റിൻ്റെ ഒരു കാര്യം നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ടേ ഇല്ല. എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമുണ്ട്, ഇവർക്ക് ശരിക്കും ആ ഒരു വീഡിയോ പോലും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ കമൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് പറഞ്ഞില്ലേ, അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു കൂട്ടം ആൾക്കാരിൽ പെടുന്ന ആളാണ് ഇദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. എനിവേ, നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിലേക്ക് വരാം. നമ്മൾ എന്താണ് വീഡിയോ എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ വേടനെതിരെ വീണ്ടും ഒരു പരാമർശമായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണ 5 വർഷം മുന്നുള്ള ഒരു കാര്യമാണ് പൊക്കിക്കൊണ്ട് വന്നതെങ്കിൽ ഇത്തവണ 1 വർഷം മുന്നേ വേടൻ ചെയ്ത ഒരു ഇൻ്റർവ്യൂ, വേടൻ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ വേടൻ പറഞ്ഞ കുറച്ച് വാക്കുകൾ, ഇത് കഴിഞ്ഞ് ഒരു സോങ് വരുന്നുണ്ട്, ആ സോങ്ങിനെ പറ്റി പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇത്തവണ ഈ പറഞ്ഞവർക്ക് വിഷയമായിരിക്കുന്നത്. എന്തായാലും ഈ ചേട്ടൻ നമ്മുടെ എൻ്റെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും കമൻറ്റ് ഇടുന്നത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അന്ന് ആ രീതിയിൽ പറഞ്ഞ ചേട്ടൻ ഇന്ന് നമ്മളുടെ ഈ ഒരു കണ്ടന്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചേട്ടൻ എന്നെ മിക്കവാറും രാജ്യദ്രോഹിയായിട്ട് മുദ്ര കുത്തും കേട്ടോ. എന്തായാലും നമുക്ക് വേടൻ്റെ ആ ഇൻ്റർവ്യൂയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് കുറച്ചൊക്കെ സംസാരിക്കാം. പാട്ടൊരെണ്ണം വരുന്നുണ്ട്, 10 തല എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിറങ്ങി കഴിഞ്ഞാൽ മരനെ വെടിവെച്ചല്ലോ എന്നുള്ള ആൾക്കാർക്ക് അറിയാം. പാട്ട് രാവണ പെരുമ്പാട്ടനെ കുറിച്ചുള്ള പാട്ടാണ്. മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിന് വേണ്ടിയിട്ടാണ് ആ പാട്ട് കൊടുക്കുന്നത്. പാട്ടിന്റെ പേര് 10 തല എന്നാണ്. 10 തല 10 കല, രാവണ പെരുമ്പാട്ടനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആ പാട്ട്. ഏത് നാട്ടിൽ ഇൻസ്പിറേഷൻ? തീർച്ചയായും ശ്രീലങ്കയിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. രാമായണമാണോ അവിടുത്തെ രാമായണത്തിൽ? അവിടുത്തെ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പരാമായണത്തിൽ നിന്നാണ് ഇൻസ്പിറേഷൻ. ഇപ്പോൾ നായകൻ രാവണ പെരുമ്പാട്ടനാണ്. രാവണനാണ് നമ്മുടെ നായകൻ. നമുക്ക് രാമൻ അറിയില്ലേ? അപ്പോൾ അതാണ് ഒരു പൊളിറ്റിക്കൽ സോങ് വരുന്നത്. അടുത്തത് ഇച്ചിരി പ്രശ്നം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വ്യത്യസ്തമായ രാമായണങ്ങളുള്ളത് ശ്രീലങ്കയുടെ രാമായണത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണല്ലോ? അല്ല, അത്യാവശ്യം ധാരണയുള്ള ആളൊന്നുമല്ല. ചെറുതായിട്ട് വായിക്കും, ചെറിയ അറിവുകളുണ്ടെന്നുള്ള. അപ്പോൾ ഞാൻ എല്ലാം വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. കമ്പരാമായണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വായിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ രാവണ പെരുമ്പാട്ടൻ കഥകളൊക്കെ തമിഴിൽ ഞാൻ വായിക്കാറുണ്ട്, ഓൺലൈൻ വഴിയും. എൻ്റെ കയ്യിൽ കുറച്ച് എന്തായാലും
ഇതാണ് ഇൻ്റർവ്യൂ. ഇതിൽ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നതും പല പ്രമുഖ വ്യക്തികളുടെയും ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വന്നിരിക്കുന്നതും ഈ ഒരു കാര്യമാണ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, നമുക്ക് ശ്രീരാമനെ അറിയില്ല. നമ്മളുടെ ഹീറോ എന്ന് പറയുന്നത് രാവണനാണ് എന്നുള്ളത്. 10 തല എന്നാണ് ആ ഒരു റാപ്പിൻ്റെ പേര്. ഇത് ശ്രീലങ്കൻ ബേസ്ഡ് റാപ്പാണ് എന്നും പറയുന്നുണ്ട്. ഇതിൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ വരുമെന്നും പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. സത്യം പറയല്ല, എനിക്ക് ഈ വേടനെ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള കാരണത്തിൽ ഒരു കാരണമെന്ന് പറയുന്നത്, പുള്ളി വളരെ വ്യക്തമായി പുള്ളിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ പുറകിൽ പല പ്രശ്നങ്ങളും വരും എന്നുള്ളത്. ഇതിൻ്റെ പുറകിൽ കുറച്ച് ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങും എന്നുള്ളത് പുള്ളിക്ക് അറിയാവുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ശശികല ടീച്ചറിൻ്റെ ആ ഒരു സംഭവം വന്നപ്പോൾ പുള്ളിക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത്രയും താമസിച്ചു പോയി, എന്തായാലും എനിക്കിത് അറിയാമായിരുന്നു, പിന്നെ എത്ര താമസിച്ചു പോയി, എന്താണ് ഇത്ര വൈകിപ്പോയി എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ എന്ന്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പുള്ളിക്കാരനോട് റെസ്പെക്റ്റ് തോന്നാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം പുള്ളിക്കറിയാം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പുറകിൽ വരും എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് എൻ്റെ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, പുള്ളി അനുഭവിച്ച അല്ലെങ്കിൽ പുള്ളി കണ്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് പുള്ളിയുടെ അനുഭവം കൊണ്ടായിരിക്കാം പുള്ളിക്കാരൻ അങ്ങനെ പറയുന്നത്. ഇതിൽ തന്നെ പുള്ളിക്കാരൻ വേറൊരു എടുത്ത് പറയുന്നുണ്ട്, ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഇൻ്റർവ്യൂയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് പാർട്ടി കൂടെ പറയാൻ പറ്റത്തോ, അല്ലെങ്കിൽ ഇവർ അടിച്ചു കൊല്ലത്തില്ലേ എന്നുള്ളൊരു സംഭവം. ശരിക്കും അത് ഭയങ്കരമായി ഇങ്ങനെ എന്താ കുത്തുന്നൊരു സംഭവമാണ് കേട്ടോ. ഇതാണ് ചില ആൾക്കാർക്ക് പിടിക്കാത്തത്. അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പുറകിൽ സുഡാപ്പികളും ജിഹാദികളുമാണെന്നാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വാക്കുകളും പരാമർശങ്ങളും, അതാണ് പ്രശ്നം. ഈ റാപ്പിൽ കൂടി പുള്ളിക്കാരൻ പറയുന്ന പ്രസ്താവനയാണ് ഇവർക്ക് പ്രശ്നം. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇവർ പേടിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഈ 1 വർഷം മുന്നുള്ളയും 5 വർഷം മുന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് പൂട്ടണമല്ലോ, എന്നാലല്ലേ അവർക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. വേടൻ വേറെ ഏതോ പൊളിറ്റിക്കൽ ആയി വേറൊരു രീതിയിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആരോടെങ്കിലും ചായ്വുണ്ട് എന്നുള്ള ലെവലിലാണ് ഇവരുടെ ഡൗട്ടാണത്. അല്ലെങ്കിൽ ഇവരങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് ഒരു കൂട്ടം സംഘടനകൾ, അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ പിള്ളേർ പലരും ഈ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ എന്താണ് നമ്മുടെ വേടൻ പറയുന്നുണ്ട്, രാമനെ അറിയില്ല, പക്ഷെ എൻ്റെ ഹീറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത് രാവണനാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റോറി സ്റ്റാറ്റസും ചില പിള്ളേരുടെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരിക്കലും അവർ മതപരമായ രീതിയിൽ ആണോ അതിനെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അങ്ങനെ അല്ലാത്ത രീതിയിൽ ഇട്ട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത് എന്താ, ഇതേ ഉപേക്ഷിച്ചു പോയ കാട്ടിൽ ഉപേക്ഷിച്ചു പോയ ശ്രീരാമനല്ല ഞങ്ങളുടെ ഹീറോ, സീതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രാവണനാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞ് പല കുട്ടികളും, ന്യൂജൻ പിള്ളേർ പലരും സ്റ്റോറിയും സ്റ്റാറ്റസും ഇപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവര് ഈ ഒരു കൂട്ടം ആൾക്കാർ അവര് വളച്ചൊടിച്ച് അത് പല രീതിയിലും പലതുമാക്കി ഇതൊരു മതപരമായ കാര്യങ്ങളിലേക്ക് ഇവർ കൊണ്ടെത്തിക്കും. അതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി പറയുന്നുണ്ട്, കമ്പരാമായണമാണ് പുള്ളിക്കാരൻ്റെ ഇൻസ്പിറേഷൻ. ശ്രീലങ്കയിലെ ഹീറോ എന്ന് പറയുന്നത് രാവണനാണെന്നാണ്. അതിനെ ഇൻസ്പിറേഷൻ ആക്കി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് ഈ റാപ്പ് എന്ന് പറയുന്നുണ്ട്. ഇനി ഈ റാപ്പ് ഇറങ്ങുമ്പോൾ അടുത്ത വേറൊരു പ്രശ്നമായിട്ട് ഇവർ വീണ്ടും വരും. എന്തായാലും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ, വേടനെ അങ്ങനെ ഇവർ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ തലങ്ങും വിലങ്ങുമായി പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്താണ് ഇവർ നിൽക്കുന്നത് എന്ന് വ്യക്തമാണ്. കാരണം ഓരോ പ്രശ്നം ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുലിപ്പല്ല്, അത് കഴിഞ്ഞ് ശശികല ടീച്ചർ, അത് കഴിഞ്ഞ് 5 വർഷം മുന്നുള്ള ഒരു സീൻ, അത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ ഈ 1 വർഷം മുന്നുള്ള ഇൻ്റർവ്യൂ എടുത്തു വന്നിട്ട് പ്രശ്നങ്ങൾ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഇതാണ്, എന്തായാലും വേടന് വല വിരിച്ചു കഴിഞ്ഞു എന്നുള്ളത്. എന്തായാലും എല്ലാവരും റാപ്പിന് വേണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരുപാട് പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തായാലും വേടൻ്റെ പരിപാടിയൊന്നും നിർത്താൻ പോകുന്നില്ല എന്നുള്ളത് പുള്ളിക്കാരൻ്റെ പ്രസ്താവനയിൽ, പുള്ളിക്കാരൻ്റെ വാക്കുകളിൽ വളരെയധികം ദൃഢനിശ്ചയം ഉള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇവരെ പേടിച്ച് എന്തിനാണ് പാട്ട് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു പാഷൻ അല്ലെങ്കിൽ പുള്ളിക്കാരന് പറയാനുള്ള കാര്യങ്ങൾ നിർത്തുന്നത്? എന്തായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.